വ്യക്തിപരമായി നമുക്കറിയാം ഇവർ ലോകത്തെ ഏറ്റവും ഫ്രോഡായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. ആളുകൾക്ക് വേദനിക്കില്ല ചേട്ടാ. ഇത് നിങ്ങൾ ജാതീയതയും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇത് നന്നായി എഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ് ജാതീയതയും കൂടി കൂട്ടി പറയുമ്പം പോലീസിന് വെക്കേണ്ടി വരും. എനിക്ക് പറ്റൂല. അപ്പം ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇപ്പോൾ വേടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ കണക്കിലെടുക്കുന്ന ഒരാളല്ല എങ്കിൽ പോലും പലരും പറയുന്ന അഭിപ്രായങ്ങളനുസരിച്ച് വേടൻ അയാളൊരു കലാകാരനാണ്. പ്രതികരിക്കാൻ മാത്രം അയാളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്. ഞാൻ എത്ര വേണേൽ തല്ലുകൊണ്ട് കൊള്ളാം, എത്ര വേണേൽ തോറ്റു കൊടുത്തു കൊള്ളാം എന്നും പറഞ്ഞ് സിനിമ ചെയ്ത് നിങ്ങൾക്ക് ഇത് നടുമുറിച്ചിട്ടാലേ ആളുകൾക്ക് കൈയടിക്കാനുള്ളൂ. ഇപ്പോൾ ഗർഭിണിയെ ചവിട്ടി കൂട്ടണം, അവരുടെ ഗർഭത്തെ ശിശുവിനെ പിടിച്ച് പുറത്തെടുത്തിട്ട് അതിനെ വെട്ടണം. ഞാൻ അങ്ങനത്തെ പടം കാണാൻ പോകാറില്ല. അധകൃതൻ്റെ കുട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രസവിക്കുകയും ഒരു കുടുംബമായി മാറുകയും പുതിയൊരു സാമൂഹിക വ്യവസ്ഥയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുമായിരുന്നില്ലേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അർഷാദ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശശിയേട്ടാ ഇപ്പം ഒന്നൊരു ഭാവമുണ്ടല്ലോ, ആ കുഞ്ഞ് ജനിക്കുമായിരുന്നു ഇവരെവിടെയെങ്കിലും ആയിരുന്നെങ്കിലും എന്ന് പറയുന്ന സമയത്ത് പോലും ഇയാളുടെ വശം മാത്രമേ നോക്കുന്നുള്ളൂ. അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇയാൾക്ക് വിഷയമേ അല്ല. അതിൽ ജാതീയത കൊണ്ടുവരേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ കാര്യത്തിൽ അതിന് നമ്മൾ വർഗ്ഗവിവേചനമായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ ഒരു വലിയ ഓഡിയൻ, കേരളത്തിൽ അത്രയും വലിയൊരു ഓഡിയനുള്ള ആളില്ല ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ നാടകം കളിച്ചിട്ട് ഒരു 8,000 രൂപ കടായി പോയപ്പം 8 കൊല്ലത്തോളം ഞങ്ങൾ നിരങ്ങേണ്ടി വന്നു. ഒരു പ്രമുഖ സംവിധായകൻ എന്നോട് പറഞ്ഞു, ചേച്ചി കുറച്ച് നീ വീട്ടിലിരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അതിനെ സംഭവിച്ചു. പലർക്കും ഇപ്പോഴും ജാതീയമായ വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വരുന്നു. കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് അരി വാങ്ങാൻ പറ്റാത്തവരും കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് വഴി നടക്കാൻ പറ്റാത്തവരൊന്നും ഇവിടെ ഇല്ല ചേട്ടാ. നിങ്ങളെന്തിനാ ഇപ്പോൾ അതിന് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി നാടകം കളിക്കുന്നു? നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് നടൻ ശ്രീ അപ്പുണ്ണി ശശിയാണ്. നടൻ എന്ന് പറഞ്ഞാൽ അത് നാടകത്തിലാണ് ആദ്യം, പിന്നെ സിനിമയിൽ. ഇപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന, സംസാരിക്കുന്നതും എഴുതുന്നതും പറയുന്നതും എല്ലാം കലാപമാക്കുന്ന ശ്രീ അപ്പുണ്ണി ശശി, അങ്ങനെ തന്നെ വേണം പറയാനല്ലേ. നരിവേട്ടയാണ് പുതിയ വിശേഷം. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നരിവേട്ട അതിൻ്റെ ഈ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ അത് സംഭവമായിരുന്നു, ഇപ്പോൾ അത് ചരിത്രമാണ്. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാം. അതിൻ്റെ ശില്പികൾ അനുരാജ് മനോഹറും അബിൻ ജോസഫുമാണ്. തിരക്കഥ അബിൻ ജോസഫാണ്, സംവിധാനം അനുരാജാണ്. അപ്പോൾ അത് ഞാൻ ടൊവിക്ക് ഒരു മെസ്സേജ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല നടനാണ്, മാത്രമല്ല സ്റ്റാറാണ്, വലിയ വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന സ്റ്റാറാണ്. പക്ഷെ അതിലുപരി നിങ്ങളൊരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നൊരു മനോഭാവമുള്ള ആൾ കൂടിയാണ്. ഞാൻ എത്ര വേണേൽ തല്ലുകൊണ്ട് കൊള്ളാം, എത്ര വേണേൽ തോറ്റു കൊടുത്തു കൊള്ളാം എന്നും പറഞ്ഞ് ഈ സിനിമ ചെയ്ത് നിങ്ങൾക്ക് 1000 ഷെയ്ക്കൻറ്റെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഈ അബിനും മറ്റേ അനുരാജും ചെയ്തത് വലിയ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ്. കാരണം അന്ന് അതൊരു സംഭവമായിരിക്കാം, ഇന്നിപ്പോൾ അതൊരു ചരിത്രമാണ്. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നടന്ന, നമ്മളോട് മറന്നുപോയ ഒരു ഇത്രയും വലിയ തീവ്രമായ ഒരു രാഷ്ട്രീയ പരമായിട്ടുള്ള ലഹള അവിടെ നടന്നത് മൺമറഞ്ഞിട്ടോ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയവർക്ക് അത് അനുഭവിച്ചു പോയവരുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് അത് മറന്നുപോയൊരു കാര്യമാണ്. അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, ആഴത്തിൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട് ഈ പടം. ഇത്തരം സംഭവങ്ങളൊക്കെയും ആദ്യത്തെ സംഭവമൊന്നുമല്ല, പലപ്പോഴായിട്ട് ഈ പറഞ്ഞ മണ്ണിൻ്റെ മക്കളുടെ നേർക്കുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കയ്യേറിക്കൊണ്ടുള്ള, അതിനെ ഭരിച്ചുകൊണ്ടുള്ള ചില ആധിപത്യ സ്വഭാവമുള്ള പ്രവണതകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഇതുപോലുള്ള കലാപങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. ഇതെങ്ങനെയാണ് തുടരുക? ഇത് തുടരേണ്ട കാര്യം തന്നെയാണ്. അതായത് ഒരു നാടകം കളിച്ചാൽ 500 ആളെ കാണുള്ളൂ. ഏറ്റവും വലിയ ഓഡിയൻസ് 500-600 ആളായിരിക്കും ഒരു നാടകമാക്കി കളിച്ചാൽ. സിനിമ എന്ന മാധ്യമം തന്നെയാണ് ഒരൊറ്റ സ്ട്രക്ചറിൽ കോടിക്കണക്കിന് ആളുകൾ കാണുക. അപ്പോൾ സിനിമയിൽ കൂടി തന്നെയാണ് ഇത് പറയേണ്ടത്. അപ്പോൾ ഇതേപോലെ സിനിമകൾ ഉണ്ടാവണം. അതിന് പിന്നെ മാർക്കറ്റിങ്ങോ അതിൻ്റെ കച്ചവട സാധ്യതകളോ ഒന്നും നോക്കാതെ, ഞാൻ പറഞ്ഞത് ഈ ഇത്തരം പ്രതികരണങ്ങൾ, ഇത്തരം റിയാക്ഷൻസ്, ഈ പറഞ്ഞ പോലെ അന്നത് സംഭവമായിരുന്നു, ഇന്നാണ് ചരിത്രമായത്. അന്ന് പക്ഷേ അവിടെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പോഴും പലതും സംസാരിക്കുന്നുണ്ട്, പലരും പലയിടത്തും പലതും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊട്ടിപ്പുറപ്പെട്ടൊരു കലാപം വേടനാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് ഞാനത് ചോദിക്കുന്നത്. വേടൻ അയാളൊരു കലാകാരനാണ്. അയാളുടെ തീക്ഷ്ണമായ ജീവിതത്തിലൂടെ വന്നതാണ്. ഇതേപോലെ അടിച്ചമർത്തലുകളും ഇതേപോലെ ക്രൂരമായ നോട്ടങ്ങളും പുച്ഛങ്ങളും പിന്നെ അതെല്ലാം അനുഭവിച്ച് വന്നതിൻ്റെ തീക്ഷ്ണതയുള്ള ഒരാൾ പ്രതികരിക്കാൻ മാത്രം അയാളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവാണ് അയാൾ പ്രതികരണമായിട്ട്
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതീയത കൊണ്ടുവരേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ കാര്യത്തിൽ അതിന് നമ്മൾ വർഗ്ഗവിവേചനമായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. അത് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇവിടെ ഒരു വലിയ ഓഡിയൻ, കേരളത്തിൽ അത്രയും വലിയൊരു ഓഡിയനുള്ള ആളില്ല ഇപ്പോൾ. 30,000 ആളുകളൊക്കെ ഒരു പരിപാടിക്ക് വന്ന് തടിച്ചു കൂടി അവിടുന്ന് ബോധം കെട്ട് വീണിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എത്ര നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും വെളിച്ചത്ത് മൂടി വെക്കാൻ പറ്റില്ല. അതിലൂടെ ഇതിലൂടെയൊക്കെ പുറത്തേക്ക് വരും. ഒരു പക്ഷെ അത്രത്തോളം വിസിബിൾ ആണോ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന്? എന്തൊരു ചോദ്യം നിൽക്കുകയാണ്. ഇപ്പം ഒരുപക്ഷെ ഒരു ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ട് മുമ്പേ ചേട്ടൻ പറഞ്ഞ കാര്യം, എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് വെളിച്ചത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിസിബിലിറ്റി ഇപ്പോൾ ഈ പുതിയ സമൂഹത്തിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, അത് ആ കലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത് പോലെയല്ല നിങ്ങൾ വിലയിരുത്തുന്നത്. ഈ വലിയൊരു ഓഡിയൻ, അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓഡിയൻ്റെ മനഃശാസ്ത്രമാണ്. അവരുടെ പൾസ് അറിയണമെങ്കിൽ അവരെ പഠിക്കണം നമ്മൾ. അപ്പോൾ ഈ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഇത് നടുമുറിച്ചിട്ടാലേ ആളുകൾക്ക് കൈയടിക്കാനുള്ളൂ. ഇപ്പോൾ സിനിമയിലൊക്കെ ഒരാളുടെ നടുമുറിച്ചിടണം, കുടൽമാല എടുത്ത് പുറത്തിടണം, ഗർഭിണിയെ ചവിട്ടി കൂട്ടണം, അവരുടെ ഗർഭത്തെ ശിശുവിനെ പിടിച്ച് പുറത്തെടുത്തിട്ട് അതിനെ വെട്ടണം, എന്നാലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള രീതിയിലേക്ക് ഓടിൻ്റെ മനോഭാവം പലരിതും മാറി. അങ്ങനെ ഈ ക്രൈമിനെയും വലിയ രീതിയിലുള്ള ഇത്തരം കൊലപാതകങ്ങളെയൊക്കെ കണ്ടാസ്വദിക്കുന്ന രീതിയിലേക്ക് ഓഡിയൻസിൻ്റെ മനഃശാസ്ത്രം മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. അത് നമ്മളെ പണി തന്നെയാണ്. അല്ലാതെ അത്തരം സിനിമകൾ ചെയ്ത് വീണ്ടും 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 വരെ കൈയടിപ്പിക്കാൻ നോക്കലല്ല പണി. നല്ല സിനിമകൾ ഇവിടെ ഇഷ്ടം പോലെ. മലയാളത്തിൻ്റെ ഏത് ഭാഷ എടുത്ത് നോക്കിയാലും മലയാളത്തിൽ തന്നെ എല്ലാ ഭാഷകളും പൊക്കി പറയുന്നുണ്ട്. കണ്ടൻറ്റ് ബേസ് മലയാളം തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും ഫീൽ ചെയ്യുന്നു. മനുഷ്യൻ്റെ കഥ പറയുന്നു, മണ്ണിൻ്റെ കഥ പറയുന്നു, ഒക്കെ മലയാളം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് മാറ്റിവെച്ച് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനത്തെ പടം കാണാൻ പോകാറില്ല. പുഴു ചർച്ച ചെയ്ത ജാതീയത, അല്ലെങ്കിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒന്ന്, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലത്തിനകത്ത് മമ്മൂട്ടി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഒരു പക്ഷേ അലമാര എന്ന സംഗതി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഒറ്റയടി ചേട്ടനിട്ട് തരിക, കണ്ടു ഓടി വരുന്ന പാർവതിക്കിട്ട് അടുത്തടി കൊടുക്കുക. മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ഞാൻ പലപ്പോഴും ആലോചിച്ചത്, താങ്കളുടെ കഥാപാത്രം ഈ പറയുന്ന താങ്കളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന് തൊട്ട് മുമ്പേ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോക്കൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഈ പേരും കൂടെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പ്രകോപിപ്പിക്കുക. എങ്ങനെയാണ് ആ സമയത്തെ അതിനെ ഉൾക്കൊള്ളുന്നത്? ഈ പറഞ്ഞ ഈ സിനിമ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അന്നേരം തന്നെ അറിയാം. അതിനെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് ആ സാഹചര്യത്തെ? അത് ഞാൻ എപ്പോഴും അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല ഡാൻസ് പെർഫോമൻസ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോഴാണ്. ഏറ്റവും നല്ല വാഗ്ദാരി ഉണ്ടാവണം. അങ്ങനെയുള്ള ഡാൻസാണ് ഏറ്റവും നന്നാവുക. അതേപോലെ വരികൾക്കിടയിൽ ഒരുപാട് കാമ്പുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാലേ ഉള്ളൂ ഒരു നടൻ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അല്ലാതെ കുറേ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ നടൻ അവിടെ പരാജയപ്പെടില്ല. നടൻ എന്തെങ്കിലും കാണിക്കും, പക്ഷെ അത് അഭിനയമാവും, ജീവിതമാവില്ല. ജീവിതമായിട്ട് നമ്മളത് ജീവിച്ച് തീർക്കണമെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾക്ക് ഉൾക്കാമ്പുണ്ടാവണം. അത്ര ഭീകരമായ, ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാതെ പലതവണ വീണ്ടും വായിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ആ സ്ക്രിപ്റ്റ് ഒരുപാട് വേഗം വായിച്ച് തീർക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് അല്ലത്. അത് ഓരോ ഡയലോഗിൻ്റെയും തൂക്കം അത്രയും വലുതാണ്. അത് ഞാൻ പറയേണ്ട ഡയലോഗാണെന്ന് ഞാൻ പേപ്പറിൽ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. വല്ലാത്തൊരു എന്നോട് തന്നെയുള്ളൊരു അഭിമാനവും, എനിക്കത് കിട്ടിയല്ലോ എന്നുള്ള ഒരു ആർട്ടിസ്റ്റിന് അത് ഒരു നിധി കിട്ടുമ്പോൾ കിട്ടുന്നൊരു സംഭവമാണ് ഇത്തരം സംഭവങ്ങളെല്ലാം. അപ്പം ഞാൻ അത് അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യ ഷോട്ടിൽ എന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ വാടക മുതലാളി സംസാരിച്ചപ്പം പാർവതിയുടെ കണ്ണ് നിറഞ്ഞു. പാർവതിയുടെ ക്യാരക്ടർ അല്ലല്ലോ എൻ്റെ ക്യാരക്ടർ. എൻ്റെ വൈഫാണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടർ ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ല. പ്രൗഡാണ് ഉള്ളു നിറയെ, പോകാൻ പറയും എല്ലാവരോടും. അപ്പോൾ എനിക്ക് പുഞ്ചിരിയാണ് ആ സമയത്ത് അയാളങ്ങനെ പറയുമ്പോൾ. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ അത് പ്രൗഡാണ് ആ പുഞ്ചിരി. അപ്പോൾ എന്നോട് തിരക്കഥാകൃത്തായ അർഷാദ് പറഞ്ഞു, അർഷാദ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശശിയേട്ടാ ഇപ്പം വന്നൊരു ഭാവമുണ്ടല്ലോ, ഈ ഭാവമാണ് പുഴുവിലെ കുട്ടപ്പൻ. ആ 10 ദിവസം കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന് ടേക്ക് എടുക്കുമ്പം ആ പുഞ്ചിരി മാഞ്ഞു പോവാതെ
അവിടെ നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേ ഭാവം, അതേ ഭാവത്തിൽ തന്നെ 20 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് എടുത്താലും അതേ ഭാവത്തിൽ കഥാപാത്രമായിട്ട് അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് ഈ തിരക്കഥയുടെയും അതിൻ്റെ ഡെപ്തിൻ്റെയും ഒരു ഗുണമാണ്. ആ ചിന്ത വരുമ്പോൾ എനിക്ക് ആ ഭാവമേ വരൂ. ആ ഭാവമേ വരൂ. കാരണം അയാൾ പ്രൗഢല്ലേ, രാജാവാണ് ഉള്ളിൽ. പിന്നെ അയാൾ ജാതീയതയും ഇപ്പം ആ സമയത്ത് മമ്മൂക്ക എന്നെ അടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഗർഭിണിയാണ്, അധകൃതിൻ്റെ കുട്ടിയെ പ്രസവിക്കാൻ പോകുന്നു. ഇനി ഇവനെ വെച്ചിട്ട് ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് കാര്യമില്ല, അത് സഹിക്കാൻ പറ്റില്ല. അത്രയും തീവ്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളെന്ന് അതിൻ്റെ മുമ്പുള്ള ബിൽഡപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൊല്ലില്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ നിങ്ങളുടെ കഥാപാത്രം, നിങ്ങൾ രണ്ടുപേരും കൂടെ മമ്മൂട്ടിയുടെ കഥാപാത്രം താമസിക്കുന്ന അവിടെ തന്നെ പോയി ഫ്ലാറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും അധകൃതൻ്റെ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രസവിക്കുകയും ഒരു കുടുംബമായി മാറുകയും പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല, നമ്മൾ വിപ്ലവമല്ലേ, നമ്മളെ ഉള്ളിൽ മുഴുവൻ വിപ്ലവമല്ലേ, നമുക്കിതൊരു വിഷയമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അടുത്ത് ചെന്നിരുന്ന് അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ്. അപ്പോൾ അടുത്ത് ചെന്നിരുന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ ചൊറിഞ്ഞിളക്കുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, അയാൾക്ക് ഇറിറ്റേറ്റിംഗ് ആയ ഒന്ന് വളരെ ക്ലോസ് ആയിരിക്കുന്നതും എവിടെയോ അവർ ജീവിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അകന്ന് നിൽക്കുന്നതും ഈ രണ്ട് റിസൾട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ലേ ആ രണ്ട് കഥാപാത്രങ്ങൾക്കെന്നാണ് എൻ്റെ ചോദ്യം. ആ കുഞ്ഞ് ജനിക്കുമായിരുന്നു ഇവരെവിടെയെങ്കിലും ആയിരുന്നെങ്കിലും, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ജനിക്കാതിരിക്കാൻ ഇവിടെ ചെകുത്താൻ്റെ അതേ പകർപ്പുള്ള ഒരാൾ അഭിനയിക്കുന്നുണ്ടല്ലോ, ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഇവളുടെ ആങ്ങളെയായിട്ട്. അത് സമ്മതിക്കില്ലല്ലോ. സിനിമ അങ്ങനെയാണല്ലോ, സിനിമ അങ്ങനെ ആയേ പറ്റൂ. എന്നാലേ ഉള്ളൂ അത് ഓടിന് നമുക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ വരികയും അത് യൂഷ്വലല്ലേ. അല്ല, അതിനകത്തും ഞാൻ പറയും സിനിമ അങ്ങനെ തന്നെയാണ്. അതെ അതെ, ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചാണ് ആ കഥാപാത്രം അവർ വേറെ ആയിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചേനെ, ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായാനെ. അത് പിന്നെ ഇപ്പം ഇൻറ്റിമസി ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ മറ്റേ ഇന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിയ ട്രോഫിയാണ്. അത് കുറച്ച് ക്രിട്ടിസൈസ് ആയിരുന്നു സംഭവം, എന്നാലും അത് നല്ലതാണ്. നങ്ങേലി ഞാനിപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്, പെൺകുട്ടിയാണെങ്കിൽ നങ്ങേലി എന്നുള്ള പേര് കണ്ടുവച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും ഇയാളുടെ വശം മാത്രമേ നോക്കുന്നുള്ളൂ. അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇയാൾക്ക് വിഷയമേ അല്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് ആ വലിയ ഒരു സുപ്പീരിയോറിറ്റി മനസ്സിൽ കൊണ്ട് നടക്കുക. പെങ്ങളോട് സ്നേഹമുണ്ട്, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്നാലും അവളോട് തൽക്കാലം വേണമെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കാം, ഒരു ഔദാര്യം പോലെ കരുതി വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ, ഞാൻ അതാണ് സൂചിപ്പിച്ചത് നേരത്തെ. അത് ഇയാൾക്ക് വിഷയമല്ല. ഇയാൾക്ക് ശരിയാണ് എല്ലാം, ഇയാളുടെ ശരികളിലാണ് ഇയാൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അയാളുടെ ശരികൾ അയാൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അയാൾ ഒറ്റയ്ക്ക് നാടകം കളിച്ച് ദേശീയ അവാർഡ് വാങ്ങിയ ആളാണ്. വലിയൊരു സർവകലാശാലയിൽ പ്രൊഫസറാണ്. ഇതെല്ലാം നേടിയത് ഇയാളുടെ ഉള്ളിലുള്ള ആ കരുത്തുകൊണ്ടല്ലേ. അപ്പോൾ അയാൾ പ്രൗഡാണല്ലോ. അയാളെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റും? തോൽപ്പിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷെ തോൽക്കുന്നില്ല ഇയാൾ. ശരി, നാടകത്തിലേക്ക്. നാടകമാണ് ജീവിതം, നാടകം തന്നെയാണ് കലാപം. അത് കുട്ടിക്കാലം മുതലേ നാടകം കളിക്കാൻ വെമ്പുന്ന ഒരാളായിരുന്നു. നാടകങ്ങൾ കാണാൻ പോകുമായിരുന്നു. പിന്നെ എബക്സ് എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ എബക്സ് യങ് ബഡ്സ് ഓഫ് എരഞ്ഞിക്കൽ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നല്ല, എന്നെ കരിപ്പിടിപ്പിക്കാൻ ദൈവം കരുതി വെച്ചൊരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ റഫീഖ് പരുത്തിൻതൊടി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ നാടകം കളിക്കുകയും ഒരുപാട് 10, 16, 18 നാടകങ്ങളോളം ഗ്രൂപ്പ് നാടകങ്ങൾ കളിച്ച് ഇഷ്ടംപോലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. നല്ല നടൻ എന്ന് പറയുമ്പോൾ അന്ന് നല്ല നടൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ കുറച്ച് ഗ്രാമീണരായ ആൾക്കാർ നാടകം കളിക്കുന്നു, അതിലാരെങ്കിലും ഒരാൾ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം കാണിച്ച അയാൾ നല്ല നടനായി തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരു പോസിറ്റീവായ കാര്യം കാണിച്ച ആളായിരിക്കും ഞാൻ. അങ്ങനെ പല പ്രാവശ്യം നല്ല നടനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്പുണ്ണികൾ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജയപ്രകാശ് പുളൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന പരീക്ഷണ നാടകത്തിൻ്റെ വലിയ വക്താവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു രൂപ പോലും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ നാടകം കളിച്ചിട്ട് ഒരു 8000 രൂപ കടായി പോയപ്പം 8 കൊല്ലത്തോളം ഞങ്ങൾ നിരങ്ങേണ്ടി വന്നു ആ കടം വീട്ടാൻ. അപ്പോൾ നാടകം പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് ഒരു രൂപ പോലും ചിലവാക്കരുതെന്ന് വാശി പിടിച്ച് ചെയ്ത 2 മണിക്കൂർ നാടകമാണ് അപ്പുണ്ണികളുടെ റേഡിയോ അപ്പുണ്ണികൾ നാളെ. 2 മണിക്കൂർ നേരം 2 നടന്മാർ, മേക്കപ്പ്, മ്യൂസിക്, ലൈറ്റ്, സെറ്റ് ഒന്നുമില്ലാതെ അഭിനയം കൊണ്ട് മാത്രം 5000-ലധികം വേദി കളിച്ചു ആ നാടകം. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് നാടകം, അദ്ദേഹത്തിൻ്റെ നാടകം തന്നെ തിരഞ്ഞെടുപ്പ്, അത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ എവിടെ കളിച്ചാലും ഭാര്യയും ഭർത്താവും അത് കാണുന്ന സമയത്ത്
അവരെ വല്ലാതെ ബാധിക്കുന്നൊരു നാടകമാണ്. ഒറ്റയ്ക്ക് 2 കഥാപാത്രം. അത് 3500-ലധികം വേദി കളിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞൊരു നാടകം, ശിവദാസ് വെൽക്കാവാണ് അതിൻ്റെ ഒരു കഥാ സംവിധാനം. ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിരിക്കുന്നത്, അഭിനയിക്കുന്നത് ഞാൻ തന്നെ. 4 കഥാപാത്രമുണ്ട്. അത് ഭയങ്കര സ്വീകരണമാണ് അത് എവിടെയും കളിച്ചാൽ. ഞാൻ തിരുവനന്തപുരത്ത് കളിച്ചില്ല, തിരുവനന്തപുരത്ത് കളിക്കാനുള്ളൊരു വഴിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അത് കേരളം മുഴുവൻ ഭയങ്കരമായിട്ട് രസകരമായിട്ട് ഏറ്റെടുത്ത നാടകമാണ്. അത് വെറുതെ പറയുന്നൊരു നാടകമല്ല. അത് ഒരു കേരള സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റക്കായിപ്പോയാൽ അവളെ സഹായിക്കുകയാണോ അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ വേദനിക്കുകയാണോ കേരള സമൂഹം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നാടകം അത്. അങ്ങനെയൊന്നും അല്ലല്ലോ കേരളം ചെയ്യുക. കേരളം മോശമാണെന്നല്ല, ഓരോ മോശമായ വ്യക്തികളും ഒരു മാസിൻ്റെ ഇടയിൽ എത്ര മോശം എത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ മോശം ആളുകൾക്ക് ഭയങ്കര വേദനയാവുന്ന നാടകമാണത്. മോശം ആളുകൾക്ക് അങ്ങനെ വേദന വരുമോ? സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ കാണാം ധാരാളമായിട്ട്. അല്ല, അത് ഞാൻ അങ്ങനെയാണല്ലോ എന്നൊരു തോന്നൽ ഇനിയും വരുമല്ലോ. സാധ്യത കുറവാണ്. എന്തായാലും നാടകം സംസാരിക്കട്ടെ. നാടകം പരിവർത്തനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കളിക്കുന്നതും. അങ്ങനെ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എല്ലാ സ്ഥലത്തും വിളിച്ചു കളിപ്പിക്കുന്ന നാടകമാണ്. ഒരു വിഭാഗം ആൾക്കാർ വായനയിലൂടെ പരിഷ്കരിക്കപ്പെടുന്നവർ, നാടകം കണ്ട് പരിഷ്കരിക്കപ്പെടുന്നവർ, സിനിമ കണ്ട് പരിഷ്കരിക്കപ്പെടുന്നവർ, അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് പരിഷ്കരിക്കപ്പെടുന്നവർ, ഇതൊന്നും കണ്ടാലും പരിഷ്കരിക്കപ്പെടാത്തവർ, ഇതാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കൂട്ടങ്ങൾ നമുക്ക് വ്യക്തിപരമായി പലരെയും അറിയാം. ഇവരെത്ര ധർമ്മവാദികളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചമയുന്നത് എന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായി നമുക്കറിയാം ഇവർ ലോകത്തെ ഏറ്റവും ഫ്രോഡായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവർ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായി ധർമ്മം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണോ ഇത് ഇറക്കി കൊടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം. അതെന്താ ജീവിതത്തിൽ ഞാൻ ജീവിതത്തിൽ അഭിനയിക്കില്ല. ജീവിതത്തിൽ അഭിനയിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ കപടരാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സുഖമായിട്ട് അങ്ങനെ ജീവിച്ചാൽ പോരെ. എന്തിനാ അഭിനയിക്കുന്നു? ജീവിതത്തിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാപട്യം മറയ്ക്കാനാണ് അവർ ജീവിതത്തിൽ അഭിനയിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് പൊള്ളും. അല്ലാതെ ഇപ്പോൾ സാധാ ആൾക്കാർക്ക് ഇത് വേദനിക്കും, വല്ലാതെ വേദനിക്കും. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇത്തരം നാടകങ്ങൾ, ശക്തമായ നാടകങ്ങൾ നല്ല ഭാഷയിൽ നല്ല ശക്തിയായി പറഞ്ഞാൽ ആളുകളിൽ ഒരു ചിന്ത ഉണ്ടാക്കും, ഉറപ്പാണ്. അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നാടകം കളിക്കുന്ന ഞാൻ തന്നെ പണ്ട് നാടകം കളിക്കുന്നതിന് മുമ്പ് ഞാൻ മിമിക്രി കളിച്ചിരുന്നതാണ്. അന്നേരത്തുള്ള എൻ്റെ കൾച്ചറും നാടകം കളിച്ചപ്പോൾ എൻ്റെ കൾച്ചറും ടപ്പ് നിറഞ്ഞ് മാറി. വേറൊരു വ്യക്തിയാണത്. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മിമിക്രി മോശമാണെന്നല്ല പറയുന്നത്. അല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ ആ സമയം അങ്ങനെ കളിച്ചു കിടക്കുന്ന സമയമായിരുന്നു. നാടകം കളിച്ചപ്പോൾ ഭയങ്കര ഗൗരവമായി. വേറെ രീതിയിൽ ചിന്ത വന്നു. നമ്മൾ ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നല്ല പെരുമാറേണ്ടത് എന്നുള്ള വളരെ ഗഹനമായ രീതിയിലേക്ക്. നമ്മൾക്ക് ഗഹനത എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ള വിവരം വെച്ചിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് കളിക്കാൻ തുടങ്ങിയപ്പോൾ ബോധ്യം, നമ്മുടെ കുട്ടപ്പനുള്ള അതേ ബോധ്യം. അതെ. പുതിയ നാടകത്തെ പറ്റി പുതിയ നാടകം നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു സുമീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവനൊരു പ്ലോട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയിട്ടൊന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുതിയ നാടകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ചർച്ചയിലാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയില്ല. പക്ഷേ സിനിമയെ പറ്റി പറയാമല്ലോ. സിനിമയെ പറ്റി ഇഷ്ടം പോലെ പറയാം. എന്നാൽ പിന്നെ പുതിയ സിനിമയെ പറ്റി പറയാം. ഞാൻ കഥ ഇന്നുവരെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇപ്പോൾ ഈ അടുത്ത് അഭിനയിച്ചിരുന്നു. മേതിൽ ദേവിക ബിജു മേനൻ സാറിൻ്റെ. അതിലെനിക്ക് കലാഭവൻ മണി എൻഡോമെൻ്റ് പിന്നെ മെമ്മോറിയൽ അവാർഡ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് കിട്ടി. അതിൽ ഞാൻ വർത്തമാനം പറയാത്ത ആളല്ല. വർത്തമാനം പറയാത്ത ആൾ അഭിനയിക്കാൻ കുറച്ചും കൂടെ സുഖമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഞാൻ വിക്കനാണ്. വിക്ക് നമുക്ക് ഒരു റിതമെറ്റിക്കായിട്ട് വരില്ല. അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അത് വേണമെങ്കിൽ മൊയന്തായി പോവാം, വേറെ എന്തെങ്കിലും കഥാപാത്രത്തിൽ തിരിഞ്ഞു പോകാം. പക്ഷെ അത് കഴിഞ്ഞപ്പം ഡയറക്ടറും അതിന് ശേഷം പല ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞ് ബോൾഡായി ചെയ്തിട്ടുണ്ട്. സ്ലിപ്പായി പോകാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ്. വളരെ ഗംഭീരമായി ബോൾഡായി ചെയ്തിട്ടുണ്ട്. അതിൽ അഭിമാനമുണ്ട്. അപ്പോൾ അത് ആ സിനിമ അഭിനയിച്ചാണ് എനിക്ക് കലാഭവമണിൻ്റെ ഒരു പേരിലുള്ളൊരു അവാർഡ് കിട്ടിയത്. ഇനിയിപ്പോൾ ആശാൻ എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. ഗപ്പി, അമ്പിളി 2 സിനിമകൾ ചെയ്തിട്ട് ആ 2 സിനിമകളിലൂടെ ആളുകളുടെ മനസ്സിൽ ഗംഭീര സ്ഥാനം പിടിച്ചൊരു ഡയറക്ടറാണ് ജോൺ പോൾ ജോർജ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്. ആശാൻ എന്നാണ് ഇപ്പോഴുള്ള പേര്, മാറ്റുമെന്നറിയില്ല. സിനിമേൻ്റെ പേരൊക്കെ ചിലപ്പോൾ അങ്ങനെ മാറിപ്പോവാം. ആശാൻ എന്നാണ് ഇപ്പോഴുള്ള പേര്. അതൊരു ഫണ്ണി സിനിമയാണ്, നല്ല രസമുള്ള സിനിമയാണ്. അതിലൊരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരു സിനിമ വരാൻ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടി നടക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും നല്ല ഡയറക്ടറാന്ന് പറയുന്നതാണ്. അത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം തന്നെ വിളിച്ചെന്നെ ചെയ്യിപ്പിച്ചൊരു ഈ റോൾ ചെയ്താൽ ശശിയേട്ടൻ നന്നാവുമെന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് തന്നെ ചെയ്യിപ്പിച്ചൊരു റോളാണ്. അങ്ങനെ ഒരു സാധനം ചെയ്യാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ. വേറെ കൂടുതൽ സിനിമകളിൽ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ പുഴുവൊക്കെ വന്ന സമയത്ത് അത് എന്താ സംഭവിച്ചാൽ, പുഴു സിനിമ OTT വന്നു, സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ല. ഒന്ന് സ്ക്രീൻ പ്രസൻസ് ഒരു വലിയ ഘടകമാണ്. പോസ്റ്ററുകൾ, വലിയ പോസ്റ്ററുകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റർ ഒരു പക്ഷേ ഇല്ലെങ്കിൽ തന്നെ സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നില്ലേ? കഥാപാത്രം, നായക കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഒരു സാന്നിധ്യം. അതെ അതെ അതെ. പക്ഷേ സ്ക്രീൻ പ്രസൻസ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ല. പിന്നെ OTT വന്നു. OTT ഈ പടം കാണാൻ ഒരുവിധം സിനിമയെ സ്നേഹിക്കുന്ന മൊത്തം ജനങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പറയുന്നതിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇത്രയും ആളുകൾ കണ്ടൊരു സിനിമയാണ് അത്. ഈ കാലഘട്ടം ഇത്രയും ചർച്ച ചെയ്തൊരു സിനിമ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ എനിക്ക് 10-32 ഇൻ്റർവ്യൂ കിട്ടി. ഒരു പടം ചെയ്തിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി മൊത്തം പറയേണ്ടി വന്നു. കാരണം ഇൻ്റർവ്യൂവിൽ ഇനി എന്ത് പറയാൻ, അങ്ങനെ നിങ്ങൾ വന്നേ പറ്റുള്ളൂ, ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ഇളക്കുമ്പോൾ പോവും, അല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് മടുത്തു. അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാലും പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ 32 ഇൻ്റർവ്യൂ എടുത്തു. ഒരുവിധം യൂണിവേഴ്സിറ്റികൾ മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു. മുഖ്യധാര പത്രങ്ങളിലൊക്കെ നന്നായിട്ട് പടമൊക്കെ വന്നു, എല്ലാം വന്നു. അപ്പം ഒരു പ്രമുഖ സംവിധായകൻ എന്നോട് പറഞ്ഞു, ചേച്ചി കുറച്ച് നീ വീട്ടിലിരിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും. അല്ല, ടൈപ്പ് കാസ്റ്റ് അല്ല, ഇത്തരം ഒരു ക്യാരക്ടർ സിനിമയിൽ ഇതുവരെ വരാത്ത ടൈപ്പ് ഒരു ഘനമുള്ള ഒരു കഥാപാത്രമാണ്. അത് നിങ്ങൾ എക്സ്ട്രീമിലി ചെയ്തു കഴിഞ്ഞു, അതിന് മേലേക്ക് അത്രയും വലുതായി ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങൾ വരണം നിങ്ങളെ വിളിക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു 3-4 ദിവസം സിനിമ കഴിഞ്ഞിരുന്നില്ല. അതെ അതെ, 3-4 ദിവസം സിനിമ ഇറങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ അതിനെ സംഭവിച്ചു. എന്നെ ആരും വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പരതി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പേര് ഞാൻ ജപ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി സംസാരിക്കും. പക്ഷെ അവരെന്നോട് പറയും, ചേട്ടന് പറ്റിയൊരു റോള് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, അത്രയും അങ്ങനത്തെ റോളൊക്കെ ചെയ്ത് ഇനി നമ്മൾ എന്താ തരേണ്ടത്, ഇതിൻ്റെ അകത്തൊന്നുമില്ല, അങ്ങനെ പറയും. അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു 2 വർഷത്തിനിടയിൽ ഞാൻ ആകെ 3-4 ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തുള്ളൂ. പക്ഷേ ഇനി കൂടുതൽ വരാനുള്ള സാധ്യതകളാണ്. ഈ നരിവേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ശശിയേട്ടാ വില്ലൻ റോൾ കിട്ടും, വില്ലൻ്റെ മുഖം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ സന്തോഷിക്കുക വില്ലൻ റോൾ കിട്ടാൻ. വില്ലൻ റോള് കിട്ടിയാൽ ഞാൻ ഗംഭീരമായി ചെയ്യുമെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരു വില്ലനിസം പുതിയത് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയാൽ തന്നാൽ വലിയ കാര്യമൊന്ന് പ്രാർത്ഥിക്കാം. അല്ല, അത് തോന്നിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ വരുന്നത്. പക്ഷേ ഈ ഇടവേളകളൊക്കെ ചിലപ്പം വേണ്ട അത് സിനിമക്ക് അങ്ങനെ സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം അങ്ങനെയൊന്നുമില്ല. സിനിമ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ശ്രേണിയിലേക്ക് നമ്മൾ എത്താൻ നല്ല പണിയുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെയൊന്നും ചാടി കയറിയാണ്ട് നമുക്കങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. കിട്ടുന്നത് ബോണസ് എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. വായനയൊക്കെ ഉണ്ട്. വായന അത്യാവശ്യം, അതായത് നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വായിക്കുന്ന ഒരാളെയും ഞാൻ. പിന്നെ നമ്മളെ ജീവിതം, എനിക്ക് 3-4 സിസ്റ്റർമാരില്ല, അവരൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് വേറൊരു രീതിയിലേക്ക് ജീവിതം മാറിപ്പോയപ്പോൾ വായനയൊക്കെ ഒന്ന് സ്റ്റോപ്പായി. ഇപ്പോൾ കിട്ടുന്ന സമയത്ത് മാത്രം അത്ര വായനയുള്ളൂ. അല്ലാതെ ഈ വായന തുടക്കത്തിൽ പറഞ്ഞ എഴുത്തും വായനയും നമ്മൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊരു വ്യക്തിയെ നേരത്തെ പറഞ്ഞ പോലെ പരുവപ്പെടുത്തുന്നു. പലപ്പോഴും തുടക്കം തൊട്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, ഈ പുഴുവിൻ്റെ പ്രമേയം എന്നതുപോലെ ജാതി, ഇത് എവിടെയൊക്കെയാണ് ജീവിതത്തിൽ ചേട്ടനെ പോലുള്ള ആൾക്ക് തടസ്സം ചെയ്തത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കറുപ്പിനെ കൊണ്ടുള്ള വിഷയമൊക്കെ പലരും പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കറുപ്പിനെ കൊണ്ട് പോസിറ്റീവ്നെസ് അല്ലാതെ നെഗറ്റീവ് എനിക്ക് ഉണ്ടായിട്ടില്ല സത്യത്തിൽ പറഞ്ഞാൽ. അല്ലാതെ എനിക്ക് നിറം വേണം, നാടകം അറിയുന്നവനായിരിക്കണം, ഒറ്റയ്ക്ക് 4 കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളായി ഞാൻ അപ്പോഴത്തേക്ക് മാറിയിട്ടുണ്ട്. ചക്കരപ്പന്തൽ പോലുള്ളൊരു നാടകം ചെയ്ത് കേരളം മുഴുവൻ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് പുഴുവിൻ്റെ ടീം എന്നെ വിളിക്കുന്നത്, അർഷാദ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരാൾ തന്നെ 4 കഥാപാത്രം ചെയ്യണം, നാടകം അറിയണം, സിനിമയും അറിയണം. അതേപോലെ തന്നെ ഇതൊക്കെ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ അധ്വാനിച്ചതിൻ്റെ കൂലിയല്ലേ അത്? എനിക്ക് ആ സിനിമ കിട്ടിയ ഭാഗ്യമാണോ? അല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല.
നമ്മൾ ഒരുപാട് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ പുഴു എനിക്ക് വന്നു ചേർന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നിറവും വേണം, ഈ നിറം കൊണ്ട് എനിക്ക് കുറേ കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. പാലേരി മാണിക്യത്തിൽ അതിൽ ആണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു വെളുത്ത സുന്ദരകൊട്ടപ്പനായുള്ള ഒരാൾ പറ്റില്ല. അതുപോലെ ഞാൻ ചെയ്ത പല കഥാപാത്രങ്ങളും ഇതൊക്കെ ഗുണപരമായ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചത് എവിടെയാണ് ദോഷമായതെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കഥകൾ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഒരു ഒറ്റക്കുള്ള യാത്രക്കാരനായിരുന്നു ഒരുപാട് കൊല്ലമായിട്ട്. ഞാൻ 10-28 വർഷമായിട്ട് ഒറ്റയ്ക്ക് നാടകം കളിക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങൾ 2 പേരുള്ള നാടകം കളിച്ചപ്പോൾ ഞങ്ങൾ 2 പേരായിരുന്നു. ഈ സമയത്തൊന്നും എനിക്കങ്ങനെ ഒരു അനുഭവം വല്ലാത്ത രീതിയിൽ ഉണ്ടായില്ല. എന്നാലും ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ അങ്ങനെ സ്പർശിച്ചിട്ട് ഏത് കാലം കൊണ്ടു നടക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നതിൻ്റെ ഒരു റീസൺ. പലപ്പോഴും ഇപ്പോൾ വേടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ കണക്കിലെടുക്കുന്ന ഒരാളല്ല, എങ്കിൽ പോലും പലരും പറയുന്ന അഭിപ്രായങ്ങളനുസരിച്ച് പലർക്കും ഇപ്പോഴും ജാതീയമായ വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അതേസമയം ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെല്ലാം ഇത്തിരിച്ചുണ്ട് എന്ന് പറയും പോലെ അവിടെ എവിടെയൊക്കെ ഉണ്ടാകാം. അത് പക്ഷേ ക്രമമായിട്ട് കുറഞ്ഞു വരികയാണ് എന്നാണ് എനിക്ക് പൊതുവെ. അതിനെനിക്കൊരു ഉത്തരമുണ്ട്. അതായത് ഞാനൊരു നാടകം ചെയ്യാൻ ഏകദേശം 1.5 വർഷം 2 വർഷമൊക്കെ എടുക്കും. അതായത് അതിനെക്കുറിച്ച് പ്രോസസ്സ് പഠിച്ച് അത് വീണ്ടും ആവർത്തി വായിച്ച് വരികൾക്കിടയിൽ വായിച്ച് അത് വീണ്ടും ശക്തിപ്പെടുത്തി ഒരു ആവർത്തി എഴുതിയത് 5-8 പ്രാവശ്യം ആവർത്തി എഴുതിയിട്ട് ക്രീമായിട്ട് എടുത്തതിന് ശേഷം അതിന് സ്ക്രിപ്റ്റ് നമുക്ക് ഗഹനമായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ 3500-4000 വേദികൾ പറയുന്നില്ലേ, അതൊക്കെ കൊല്ലങ്ങൾ സമയം ചിലവെടുത്തിട്ടുണ്ടാക്കിയ നാടകങ്ങളാണ്. അത് കറ തീർത്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന നാടകങ്ങൾ. അതേപോലെ ഞാനൊരു 1.5 കൊല്ലത്തോളം വിഷമിച്ചിട്ടൊരു നാടകം ചെയ്തു. തനിനിറം നെയ്യുന്ന അതിൻ്റെ പേര്. അത് ജാതീയതയല്ല പറയുന്നത്, അത് ഞാൻ പറയുന്നത് കറുപ്പ് ആഗോള തലത്തിലുള്ള വിഷയമാണ്. അതെടുത്തോ ചേട്ടാന്ന് എന്നെ പലരും പ്രോത്സാഹിപ്പിച്ചു. ആ നാടകം ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത നാടകത്തിനേക്കാൾ ഗംഭീര പെർഫോമൻസാണ്. പക്ഷേ നിങ്ങൾ ഈ കറുപ്പിന് മാത്രം ബേസ് ചെയ്താൽ ഇത് ആളുകൾക്ക് വേദനിക്കൂല ചേട്ടാ. ഇത് നിങ്ങൾ ജാതീയതയും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇത് നന്നായി എഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ് ജാതീയതയും കൂടി കൂട്ടി പറയുമ്പം പോലീസിന് വെക്കേണ്ടി വരും. എനിക്ക് പറ്റൂല. അപ്പം ഡ്രോപ്പ് ചെയ്തു ഞാൻ. കാരണം അങ്ങനത്തെ ഒരു വിമർശനം വന്നാൽ പോയില്ലേ. ഇവിടെ കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് അരി വാങ്ങാൻ പറ്റാത്തവരും കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് വഴി നടക്കാൻ പറ്റാത്തവരൊന്നും ഇവിടെ ഇല്ല ചേട്ടാ. നിങ്ങളെന്തിനാ ഇപ്പോൾ അതിന് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയൊരു നാടകം കളിക്കുന്നത്? ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ. ഇപ്പം വളരെ ചെറിയ രീതിയിൽ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ കവച്ച് വെച്ച് ഇത് കളിക്കുന്നത് കാണുമ്പം പറ്റാനുള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ അഭിപ്രായമൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നില്ലേ. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ എവിടേക്കോ നടക്കുന്നുണ്ടാവും. എന്നാലും നമ്മളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ വളർന്നു ഒരുപാട്. നമ്മൾ ഒരുപാട് വിശാല ആളുകൾക്ക് അതൊന്നും നേരമില്ല. അതാണ് മെയിനായിട്ട് അവനെ നോക്കിക്കാണാൻ. ഞാൻ പൊതുവെ ഇങ്ങനത്തെ അഭിപ്രായം പല അഭിമുഖങ്ങളിലും പുരോഗമനപരമായി സംസാരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടത് പുണ്യ ശശിയേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് പ്രത്യക്ഷത്തിൽ ജാതിയുടെ വിവേചനത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്തുന്ന എനിക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഈ നാടകം കളിച്ചപ്പോഴാണ്. അത് ഒരു 10-20 ആൾക്കാരൊക്കെ പറഞ്ഞു കളഞ്ഞു, നിങ്ങൾ ഈ കറുപ്പ് എന്നുള്ള വിഷയം ഭയങ്കര ദോഷമാണ്, ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും നിങ്ങൾ പറയല്ല, അങ്ങനെയൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഇവിടെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യം എടുത്ത് കണ്ട് ചെയ്യും. അങ്ങനെയൊരു കറുപ്പിനെ കൊണ്ട് വിഷമിച്ച് ജീവിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിക്കളയും. അങ്ങനെയുമല്ല, അങ്ങനെ അടച്ചു പറയുന്നതിനകത്തും വസ്തുതക്കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ വിഷമിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വിഷമിക്കുന്ന ഒരു സ്വകാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് നാടകം കളിക്കാൻ മാത്രമില്ല എന്നാണ് പറയുന്നത്. അതിലും വലിയ വിഷയങ്ങൾ ഇവിടെ ഭയങ്കര വിഷമിക്കുന്ന വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെടുത്ത് പറയും നിങ്ങൾ. എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് നാടകത്തിൽ തന്നെ? പീഡനമില്ലേ ഇഷ്ടം പോലെ, ഈ വലിയ പീഡനങ്ങൾ, കുട്ടികളുടെ പീഡനം, അരാഷ്ട്രീയത, എടുത്ത് പറയാൻ ഒരുപാടുണ്ട്. നാടകത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരു കാര്യം പറയാൻ പോകുന്നില്ലല്ലോ. ഒന്നും പറയാൻ പോകുന്നില്ല.
ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്നതൊക്കെ ചെയ്യാനുള്ളതായിട്ട് തന്നെ ഇരിക്കട്ടെ. ആ. അതൊക്കെ അതിശയങ്ങളായിട്ട് ചില സർപ്രൈസുകളായിട്ട് പുറത്തു വരട്ടെ. എല്ലാ പ്രവർത്തനങ്ങൾക്കും, എഴുത്തിനും വായനയ്ക്കും നാടകത്തിനും സിനിമയ്ക്കും എല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു. കുറച്ച് സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച് താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.